ജ്യൂസ് ചലഞ്ചിനിടെ ഷാരോൺ പകർത്തിയ ദൃശ്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള തെളിവ്. ഗ്രീഷ്മയ്ക്ക് കുരുക്കുമുറുക്കിയതിൽ നിർണായകമായത് ആ ദൃശ്യങ്ങളായിരുന്നു. തെളിയിക്കാൻ ഏറെ പ്രയാസമുള്ള കേസിലാണ് ഷാരോൺ വധത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കിയത്. മുഖ്യപ്രതിക്ക് വധശിക്ഷ ലഭിച്ചപ്പോൾ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കേസിൽ നിർണായകമായി. വെട്ടുകത്തിയോ കമ്പിപ്പാരയോ തോക്കോ അങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ആയുധങ്ങളൊന്നുമില്ലാതെ നടത്തിയ കൊലപാതകം. പാമ്പിനെ കൊണ്ട് ഉത്തരയെ കടുപ്പിച്ചു കൊന്ന വഞ്ചനയുടെ മറ്റൊരു വശം. പാരാക്വറ്റ് എന്ന കളനാശിനി ഒരിക്കലും ശരീരത്തിൽ നിന്ന് കണ്ടെത്താനാവാത്ത വിധം നടത്തിയ അരുംകൊല. മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരവും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിലെ വഴിത്തിരിവ്. ഏറ്റവും ഒടുവിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ റിജിൻ എന്ന സുഹൃത്തിനെ ഷാരോൺ ഒപ്പം കൂട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നത് കണ്ടെന്ന റിജിന്റെ മൊഴി നിർണായകമായി. കളനാശിനിയുടെ സാന്നിധ്യം ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആന്തരിക അവയവങ്ങളിലോ പോലും ഉണ്ടായിരുന്നുമില്ല. ശരീരഭാഗങ്ങൾ അഴുകിപ്പോയതും 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തിയതുമാണ് തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. ഫോണുകൾ പരിശോധിച്ചതിലൂടെ ചില തെളിവുകൾ കിട്ടിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ കളനാശിനിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. പാരാക്വറ്റ് കമ്പനിയുടെ ഒറീസയിലെ ഫാക്ടറി വരെ അന്വേഷണ സംഘം എത്തി. യൂട്യൂബിൽ തിരച്ചിൽ നടത്തിയത് പ്രതിക്ക് വിനയായി. പ്രതിശ്രുത വരനോടും കാമുകനോടും ഒരേ സമയം നടത്തിയ ഫോൺ കോളുകൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകി. ജയിൽ വേണമോ വീട് വേണമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം. ഒന്നാം പ്രതിയുടെ അമ്മയും അമ്മാവനും സത്യങ്ങൾ പകൽ പോലെ വിളിച്ചു പറഞ്ഞു. 48 സാഹചര്യ തെളിവുകൾ, 95 സാക്ഷിമൊഴികൾ, 323 രേഖകൾ. ഇതിനെല്ലാം അപ്പുറം ഒന്നാം പ്രതി കൊണ്ടു നടന്ന ചെകുത്താന്റെ മനസ്സ്. ഒടുവിൽ ഗ്രീഷ്മയുടെ കഴുത്ത് തൂക്കുകയറിന് പാകമാണ്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.